നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് n ടേംസിനെ ബേസ് ചെയ്തിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയേണ്ടത് സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ n/2 × 2a + n - 1 × d. n/2 × 2a + n - 1 × d ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു എ പി ഉണ്ട്. സം ടു n ടേംസ് ഓഫ് എൻ എ പി ആണ്. എ പി ഉണ്ട് S40. S40 = 1030 ആണ്. S40 എന്ന് പറഞ്ഞാൽ എന്താണ്? 40/2 × 2a + 39d. അതായത് ഇപ്പോൾ 206/4 ഇപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1030 = 40a + 39 × 4 എത്രയാണ്? 39 × 2 60 78 അല്ലേ? 78d. 39 × 2 78d വരും. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുക. 1030 = 4a + 878d. ഇനി അടുത്തത് S12 ആണ്. S12 = 57 ആണ്. S12 എന്ന് പറഞ്ഞാൽ 12/2 × 2a + 11d. അതായത് 56 × 6 × 2a + 11d, which implies 57 = 12a + 66d. 57 = 12a + 66d. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയും ഡിയും കണ്ടെത്താൻ പറ്റും. അപ്പോൾ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എൻ്റെയും ഡിൻ്റെയും കോഎഫിഷ്യൻസ് ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻ രണ്ടിലും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 1030 = 40a + 78d. അതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് 3090 = 120a + 78 × 3 എന്ന് പറഞ്ഞാൽ 24 to 234. 234d എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള 57 = 12a + 66da ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് 570 = 120a + 660d എന്ന് കിട്ടും. 120a + 660d എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടിയും സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 66d, ഇത് 780 അല്ലേ? 780 ആണ്. അപ്പോൾ 2340. അപ്പോൾ രണ്ടും കൂടിയും സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.2520 = 0.81680. അപ്പോൾ d = 0 ക്യാൻസൽ ചെയ്താൽ d = 252/168. ഇത് 84 × 3 ആണ്. ഇത് 84 × 2 ആണ്. അപ്പോൾ d = 3/2 എന്ന് കിട്ടും. d = 3/2 എന്ന് കിട്ടും. ഇനി ആ d = 3/2 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a കിട്ടും. നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടുന്ന് a എന്ന് പറഞ്ഞാൽ 57 = 12a + 66d ആണല്ലോ. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 57 - 66d/12 ആണ്. 57 - 66 × 3/2/12. 57 - 99/12 = -42/12 -7/2 എന്ന് കിട്ടും. a = -7/2 ആണ്. d = 3/2 ആണ്. എയും ഡിയും കിട്ടി. ഇനി നമുക്ക് നേരിട്ട് S30 - S11 കാണാൻ, S30 - S11 കാണാൻ, S30 - S10 ഇത് കാണാൻ നമുക്ക് ആകെ എയും ഡിയും അറിഞ്ഞാൽ മതി. ആ എയും ഡിൻ്റെ വാല്യൂ ഉണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് കിട്ടും. S30 കാണാൻ 30/2 × 2a + 29d ചെയ്യണം. S10 കാണാൻ 10/2 × 2a + 9d ചെയ്യണം. അപ്പോൾ 2aൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? 30/2 15 - 5 10 ഉണ്ടാവും. പിന്നെ
ഡീൻ്റെ കൂടെ 15 × 29 മൈനസ് 45 ഉണ്ടാവും. അപ്പോൾ 20A പ്ലസ് ഇവിടെ നമുക്ക് 15 കോമൺ ആക്കിയെടുത്താൽ 26. 26 × 15 എത്രയാണ്? 33, 13, 162, 0, 9, 390. അപ്പോൾ 20A പ്ലസ് 390D ആണ് ആൻസർ. ഇനി എക്കും ഡിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 × A എന്ന് പറഞ്ഞാൽ -7/2 ആണ്, പ്ലസ് 390 × 3/2. അപ്പോൾ -7D പ്ലസ് 390ൻ്റെ ഹാഫ് 195. 195 × 3 ചെയ്യുമ്പോൾ 585. 585 എന്ന് 70 മൈനസ് ചെയ്താൽ 515. ആൻസർ 515 എന്ന് കിട്ടും. 515 is ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് ആൻസർ. സീക്വൻസ് ആൻഡ് സീരീസിൽ AP യുടെ സം ടു n ടേംസ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.